ഹായ് മിറക്കിൾ മേക്കേഴ്സ്. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. നമ്മൾ ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. കുറച്ച് തിരക്കുകളൊക്കെ ഇപ്പോൾ ഈ ക്ലാസ്സസും അതുപോലെ തന്നെ മെഡിറ്റേഷൻസും ഒക്കെ നടക്കുന്നത് കൊണ്ട് വീഡിയോസ് എടുക്കുവാനും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആകുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സെപ്റ്റംബർ 7-ാം തീയതിയിലുള്ള ബ്ലഡ് മൂൺ അതല്ലെങ്കിൽ മൂൺ എക്ലിപ്സ് എന്ന് പറയുന്ന ചന്ദ്രഗ്രഹണത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ആ ഒരു സമയത്തെ എനർജി ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാനുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നാളെ ഓപ്പൺ ആവുന്ന പോർട്ടലാണ്, വളരെയധികം എനർജി ഉള്ളൊരു പോർട്ടലാണ് നാളെ ഓപ്പൺ ആവുന്നത്. ബ്ലഡ് മൂൺ എന്ന് പറയും. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ രാത്രി 8:30 തൊട്ടിട്ട് വെളുപ്പാങ്കാലത്ത് 2:30 വരെയുണ്ട്. അതിനകത്ത് ഈ ഒരു എനർജി ഷിഫ്റ്റ് വളരെ പീക്കിൽ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 11:30 തൊട്ട് 12:30 വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ റിച്വൽ നിങ്ങൾ ചെയ്യേണ്ടത്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമ്പർ 8-നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ഗോൾ എന്താണോ ആ ഒരു ഗോളിനെ വെള്ള പേപ്പറിനകത്ത് എഴുതുക. ലൈനുള്ള പേപ്പർ എടുക്കരുത്. ലൈനുള്ള പേപ്പറിനകത്ത് നിങ്ങളുടെ എനർജി ബ്ലോക്ക് ആകും. അതുകൊണ്ട് തന്നെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ 8 തവണ എഴുതുക. കാരണം നാളത്തെ നമ്പർ 8 ആണ് എനർജറ്റിക്കലി ഉള്ള നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗോളിനെ, ആ ഒരു ആഗ്രഹത്തിനെ 8 തവണ, നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് എഴുതേണ്ടത്, പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. ആ ആഗ്രഹം നടന്നതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് എഴുതേണ്ടത്. 8 തവണ എഴുതിയതിന് ശേഷം ആ പേപ്പറിനെ മുകളിൽ നിന്നും താഴേക്ക് മടക്കുക, അതായത് നിങ്ങളുടെ നേരേക്ക് മടക്കുക. അപ്പോൾ 2 ആകും ആ പേപ്പർ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇടത്ത് നിന്നും വലത്തേക്ക് മടക്കുക. അപ്പോൾ ആ പേപ്പർ 4 ആയിട്ട് മടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനുശേഷം ഈ പേപ്പറിനെ നിങ്ങളുടെ കൈക്കുള്ളിൽ എടുത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അതിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, അതായത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫീലിങ്സോട് കൂടി. നിങ്ങളിപ്പോൾ ഒരു പുതിയ കാറ് വാങ്ങുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതും നിങ്ങൾ ആ കാറിനെ നോക്കുന്ന അതിൻ്റെ കളറ്, അതിൻ്റെ മാനുഫാക്ചർ, അതിനകത്ത് കയറിയിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നിങ്ങൾ ആ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നോക്കുന്നു, സ്റ്റിയറിംഗ് ഒക്കെ എടുക്കുന്നു, അങ്ങനെയുള്ള എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഫീലിങ്സോട് കൂടിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ഒരു ആഗ്രഹത്തിന് ചിന്തിച്ചുകൊണ്ട് ഈ രാത്രി 11:30-ക്കാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. 11:30-ക്കും 12:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത്. അത് കഴിഞ്ഞ് നിങ്ങൾ ചന്ദ്രനെ നോക്കണം. ആ ചന്ദ്രനെ നോക്കിയിട്ട്, സാധാരണയുള്ള പൂർണ്ണചന്ദ്രന് പോലും ഭയങ്കര ഒരു പവറാണുള്ളത്. പൂർണ്ണചന്ദ്രനെ നോക്കി നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ തരാം. അപ്പോൾ നിങ്ങൾ ഈ എഴുതിയ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് ഈ ബ്ലഡ് മൂണിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി പറയുക. ആ ഒരു മൂണിനെ നോക്കി വളരെ സൈലൻ്റായിട്ട് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയാണ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ കയറേണ്ടത്. അത് നിങ്ങൾക്ക് 2 സെക്കൻഡ് വേണേൽ എടുത്ത് ചെയ്യാം, 5 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതിനി ചോദിച്ചാൽ പറയണ്ട, 1 സെക്കൻഡ് മതി, 2 സെക്കൻഡ് മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എത്രത്തോളം ഫീലിങ്സോട് കൂടി ചന്ദ്രനെ നോക്കി അത് വിഷ്വലൈസ് ചെയ്ത് നന്ദി പറയുന്നു, അത്രത്തോളം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറില്ലേ, ആ പേപ്പറിനെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കുക 8 ദിവസത്തേക്ക്, അടുത്ത 8 ദിവസത്തേക്ക്. ഈ 8 ദിവസവും രാത്രി ഇതേപോലെ പുതിയൊരു പേപ്പർ എടുത്തിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, അതായത് ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ ആ കാറ് കിട്ടിയതിന് നിങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ആ കാറ് വന്നതിന് ഫോർ എക്സാമ്പിളാണ് പറഞ്ഞത്, നന്ദി പറഞ്ഞുകൊണ്ട് ഈ 8 ദിവസം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക. അതിനുശേഷം ഈ എല്ലാ പേപ്പറും ഈ 8 ദിവസം, അതായത് സെപ്റ്റംബർ 7-ാം തീയതി എഴുതിയ പേപ്പറല്ല, അതൊഴിച്ച് ബാക്കിയുള്ള 8 പേപ്പറിനെ എടുത്തിട്ട് ഈ സെപ്റ്റംബർ 7-ാം തീയതി എഴുതിയ പേപ്പറിനകത്ത് വെച്ച് അതിനെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അതിനെ കയ്യിൽ പിടിച്ചിട്ട് രാത്രി സമയത്ത് ചന്ദ്രനെ നോക്കി, അപ്പം സൂര്യഗ്രഹണമൊന്നും അല്ലല്ലോ, സോറി, ചന്ദ്രഗ്രഹണം ഒന്നുമല്ല, നോർമലായിട്ടുള്ള ചന്ദ്രനായിരിക്കും. ആ ചന്ദ്രനെ നോക്കിയിട്ട്, അതെല്ലാം മൂടലായിട്ടൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആകാശത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ ആ ചന്ദ്രനെ കാണുന്നതായിട്ട് സങ്കല്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ആ പേപ്പറിനെ നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ്. പവർഫുള്ളായിട്ടുള്ളൊരു എനർജി ഷിഫ്റ്റ് നടക്കുന്നൊരു ദിവസമാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു പോർട്ടലാണ് ഓപ്പൺ ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയമില്ലാത്തപ്പോൾ കൂടി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും
ഈ ബ്ലഡ് മൂൺ ഉപയോഗിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടത്താൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിനായിരിക്കും. മറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നല്ല പറഞ്ഞത്. ബ്ലഡ് മൂണിന് കൂടുതലും ലവ് റിലേഷൻഷിപ്പ് കാര്യങ്ങൾക്കുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി 10 മടങ്ങ് പെട്ടെന്ന് നടക്കുമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താഗ്രഹവും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് നമ്മളെ വന്നറിയിക്കുക. താങ്ക് യു.